എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പോപ്കോണിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. ഇത്രയും ചോളാണ് പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 150 ഗ്രാമാണ് ഉള്ളത്. അതുപോലെ തന്നെ നല്ലപോലെ ഉണങ്ങിയ ചോളം വേണം നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. കുക്കറിലാണ് പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മോൾക്ക് കഴിക്കേണ്ടതായ കാരണം ഞാൻ വളരെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് സ്റ്റൗ ഓൺ ആക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ സ്റ്റൗ ഓൺ ആക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാനായിട്ട് സാധ്യത ഉണ്ട്. സ്റ്റൗ ഓണാക്കി ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഈ ചോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചോളം പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മാക്സിമം ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് പൊട്ടി വരാനായിട്ട് തുടങ്ങും. ഇതാ കണ്ടില്ല, 1-2 ചോളമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കുക്കറിൻ്റെ മൂടി ഇതിൻ്റെ മുകളിലൊന്ന് പതുക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കൊടുക്കുന്നില്ല, വെറുതെ ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി വെക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ കുക്കർ ഒന്ന് പതുക്കെ പറ്റുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടിയിലുള്ള ചോളം കരിയാതെ പൊട്ടി വന്നോളും. ഇപ്പോൾ ചോളം പൊട്ടുന്ന സൗണ്ട് നമുക്ക് നല്ല പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാനായിട്ട് പറ്റും. ബട്ടറൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ 1 സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് പതിയെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരുവിധം ചോളമൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്റ്റൗ ഓഫാക്കാം. സൗണ്ടൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കുകയാണ്. ഇതാ അപ്പം നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നല്ല പോലെ ഈ പോപ്കോൺ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലായിരിക്കും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നിങ്ങളത് പ്രത്യേകം മറക്കാതെ ചെയ്യണം. വീട്ടിൽ ചോളം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.